ബ്രിട്ടനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിക്കുകയും അണുവായുധ ശേഷിയുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനായി മാറും എന്ന് പ്രസ്താവിക്കുകയും ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശം വലിയ നയതന്ത്ര വിവാദത്തിന് തിരികൊളുത്തി. ഇസ്രായേൽ സൈനിക റേഡിയോയ്ക്ക് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ ഈ വിവാദ പരാമർശം. അതിതീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും ഇസ്ലാമോഫോബിക് ഗ്രൂപ്പുകളും പ്രചരിപ്പിക്കുന്ന വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് നെതന്യാഹു സംസാരിച്ചത്. 1967 6 ദിവസത്തെ യുദ്ധകാലത്ത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ മകൻ റാൻഡോൾഫ് ചർച്ചിൽ ഇസ്രായേലിന് അനുകൂലമായി വാർത്തകൾ നൽകിയത് ചൂണ്ടിക്കാണിച്ചാണ് നെതന്യാഹു സംഭാഷണം തുടങ്ങിയത്. എന്നാൽ ഇന്നത്തെ ബ്രിട്ടനിൽ അത്തരമൊരു പിന്തുണ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഇന്നത്തെ രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിളിക്കാമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. മുഴുവൻ യൂറോപ്പും ഇതുപോലെയാണോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ നെതന്യാഹു തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചു. അതെ, എന്നാൽ അണുവായുധമുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനായിരിക്കും എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ മറ്റൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് അണുവായുധമുണ്ടാക്കുന്നില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്, നെതന്യാഹു പറഞ്ഞു. 1998 തന്നെ അണുപരീക്ഷണം നടത്തിയത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചായിരുന്നു നെതന്യാഹുവിന്റെ ഈ പരാമർശം. നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പരാമർശങ്ങൾ തികച്ചും അസ്വീകാര്യമാണെന്നും വിഷയം ഇസ്രായേൽ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ പ്രതിപക്ഷവും നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു. ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഒരു രാജ്യത്തെ പരസ്യമായി അപമാനിക്കുക വഴി വലിയ നയതന്ത്ര പരാജയമാണ് നെതന്യാഹു വരുത്തിവച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലാണ് പരമ്പരാഗത സുഹൃത്തുക്കളെ പോലും നെതന്യാഹു ശത്രുക്കളാക്കുന്നതെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബ്രിട്ടനും ഇസ്രായേലിനും ഇടയിലുള്ള ബന്ധം വഷളായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആന്റി ബേണം പ്രധാനമന്ത്രിയായതിനു ശേഷം പ്രത്യേകിച്ചും ഈ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ഗസയിലെ സൈനിക നടപടിയെക്കുറിച്ചുള്ള ലേബർ പാർട്ടിയുടെ ആദ്യ പ്രതികരണങ്ങൾക്ക് ബേണം ക്ഷമാപണം നടത്തിയിരുന്നു. ഇത് മധ്യപൂർവേഷ്യയിലെ ബ്രിട്ടന്റെ സമീപനങ്ങളിലെ വലിയൊരു വ്യതിയാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനു പുറമെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും ആവശ്യമെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം നിരോധിച്ചും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ മാസത്തിലും ബേണം പ്രഖ്യാപിച്ചിരുന്നു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് സമാനമായ പ്രതികരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും നടത്തിയിരുന്നു. ആണവായുധം കരസ്ഥമാക്കുന്ന ആദ്യത്തെ യഥാർത്ഥ മുസ്ലിം രാഷ്ട്രമായി ബ്രിട്ടൻ മാറാൻ ഇടയുണ്ടെന്നായിരുന്നു അന്ന് വാൻസ് പറഞ്ഞത്.